നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന്റെ CAC, അതായത് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, ഇത് എത്രയാണെന്ന് അറിയാമോ? ഇനി അറിയാമെങ്കിൽ തന്നെ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. പലപ്പോഴും ഫൗണ്ടേഴ്സ് CAC കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആഡ് സ്പെൻഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് അവർ പറയും, ഞാൻ 10,000 രൂപ മുടക്കി, എനിക്ക് 10 കസ്റ്റമേഴ്സിനെ കിട്ടി, അതായത് ഒരു കസ്റ്റമറിനെ കിട്ടാനായിട്ട് 1000 രൂപ ഞാൻ മുടക്കേണ്ടി വന്നു. പക്ഷെ ഇവർ കൺസിഡർ ചെയ്യാത്ത ചില സംഭവങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ സെയിൽസ് ടീമിന്റെ സാലറി, നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ ചെലവ്, ഇനി നിങ്ങൾ ഫ്രീ ട്രയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടും കൺവേർട്ട് ആയി പോകാതിരുന്ന കസ്റ്റമേഴ്സ്, ഇതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ലല്ലോ. പലപ്പോഴും ഒരു ബിസിനസിന്റെ CAC ഫൗണ്ടേഴ്സ് വിചാരിക്കുന്നതിനേക്കാളും ഡബിളോ ട്രിപ്പിളോ ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇനി ഇതിന്റെ പ്രശ്നം എവിടെ വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു CAC മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഈ CAC വെച്ചിട്ട് നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് നോക്കും, സ്കെയിൽ ചെയ്യാൻ നോക്കും. പക്ഷേ ശരിക്കുള്ള CAC ഇതിനേക്കാളും ഒരുപാട് കൂടുതൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച അത്രയും കസ്റ്റമേഴ്സിനെയും കിട്ടില്ല, നമ്മൾ വിചാരിച്ച അത്രയും ഗ്രോത്തും കിട്ടില്ല. ഇനി അത് മാത്രമല്ല പ്രശ്നം, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് തരുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനലല്ലേ നമ്മൾ സ്കെയിൽ ചെയ്യാൻ നോക്കുക. ശരിക്കുള്ള CAC അല്ല കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡിസിഷൻ തെറ്റിപ്പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ CAC കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് സ്പെൻഡ്, ടീമിന്റെ സാലറി, യൂസ് ചെയ്യുന്ന ടൂളിന്റെ ചെലവ്, ഡിസ്കൗണ്ട്, അതേപോലെ ഫെയിൽ ആയി പോയിട്ടുള്ള കൺവേർഷൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് പേയിങ് കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ CAC കിട്ടും.